This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ ഉയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. എനിക്കായൊരു ഭവനം ഉയരെ ഉയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. വെൽക്കം ടു കിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, അതായത് ദൈവത്തിൻ്റെ ഭരണമെന്നർത്ഥം. ഒരു മനുഷ്യൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് ദൈവത്തിൻ്റെ ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെയാണ് ദൈവത്തിൻ്റെ രാജ്യം. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ ഭരണത്തിനും വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും നീക്കം വരുത്തിയിട്ട് രാജ്യം അഥവാ ഭൂമിയുടെ ഭരണം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കുമ്പോൾ ദൈവരാജ്യം അക്ഷരികമായി ഈ ഭൂമിയിൽ വെളിപ്പെടുകയാണ്. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ഭൂമിയെയും ആകാശത്തെയും നീക്കം ചെയ്ത് ദൈവം ഒരു പുതിയ ഭൂമിയും ആകാശവും സ്ഥാപിച്ച് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ പുതിയ ജെറുസലേം എന്ന നഗരം സ്ഥാപിച്ച് ദൈവവും എല്ലാ കാലഘട്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനവും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം വെളിപ്പെടുകയായി. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യം പ്രാപിക്കാൻ മാത്രമല്ല, അവൻ്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവത്തിൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദ വിസിബിൾ, ടാഞ്ചിബിൾ ആൻഡ് ദ ഓഡിബിൾ പ്രസൻസ് ഓഫ് ഗാഡ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അനുഗ്രഹവും അവകാശവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ലഭിക്കാൻ പോകുന്ന വിശേഷമേറിയ പ്രതിഫലങ്ങളോ പുതിയ ജെറുസലേം ലഭിക്കാൻ പോകുന്ന ശ്രേഷ്ഠമേറിയ ഭവനങ്ങളോ അവൻ്റെ അനുഗ്രഹമോ അവകാശമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ
യഥാർത്ഥ അനുഗ്രഹവും അവകാശവും ദൈവം തന്നെയാണ്, അഥവാ ദൈവത്തിൻ്റെ തേജസ്സാണ്. വേദപുസ്തകത്തിലെ എല്ലാ ഉപദേശങ്ങളും ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും ഒരിക്കലൂടെ ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും നിങ്ങൾക്കേവർക്കും ഹാർദവമായ സ്വാഗതം. ദൈവനീതിയെക്കുറിച്ചുള്ള 55-ാം എപ്പിസോഡിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കാക്കി നമ്മെ നീതീകരിച്ച് തൻ്റെ നീതിമാന്മാരായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വ്യക്തിയുടെ അകത്ത് ദൈവം തൻ്റെ നീതി ഒരു കവചമായി സൃഷ്ടിച്ചിരിക്കുകയാണ്. മനസ്സാക്ഷിയുടെ കുറ്റബോധത്തിൽ നിന്നും, പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും, പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ഈ നീതിയുടെ കവചം അവൻ്റെ ഹൃദയത്തെയും മനസ്സാക്ഷിയെയും സമ്പൂർണ്ണമായി സംരക്ഷിക്കുകയാണ്. അവൻ്റെ ജീവിതത്തിൽ പാപം വന്നുപോയാൽ ആ പാപത്തിന് അവൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ച് അവൻ്റെ മനസ്സാക്ഷിയെ മലിനമാക്കാൻ കഴിയത്തില്ല. അവനെ കുറ്റബോധത്തിൽ വീഴ്ത്തുവാൻ കഴിയത്തില്ല. കാരണം അവന് നീതിബോധമുണ്ട്. ദൈവത്തിൻ്റെ നീതിയിലാണ് അവൻ ജീവിക്കുന്നത്. പാപം വന്നാൽ ആ പാപത്തെ എങ്ങനെയൊക്കെ പരിഹരിക്കണം, എങ്ങനെ ധൈര്യത്തോടെ ദൈവകൃപാസനത്തിന് അടുത്തു വരണമെന്ന് എബ്രായ ലേഖനത്തിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവകൃപാസനത്തിലേക്ക് നമ്മെ ധൈര്യത്തോടെ കൊണ്ടുവരുവാൻ സഹായിക്കുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് 10-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം തുടങ്ങി നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന് യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ്. 2 യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. രക്തത്താലും ശരീരത്താലും നമ്മുടെ പാപങ്ങൾക്ക് മോചനം വന്നിരിക്കുകയാണ്. യേശുവിൻ്റെ ശരീരം നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ വഹിച്ചപ്പോൾ യേശുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങളുടെ മോചനമായി നമ്മുടെ ജീവൻ്റെ വീണ്ടെടുപ്പ് വിലയായി തീർന്നു. മാത്രമല്ല 21-ാം വാക്യത്തിൽ ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ദുർമനസാക്ഷി നീങ്ങുമാറ് ധൈര്യത്തോടെ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃപാസനത്തിൽ നമ്മെ ധൈര്യത്തോടെ എത്തിക്കുന്ന 3-ാമത്തെ സംഗതി യേശുക്രിസ്തു എന്ന മഹാപുരോഹിതനാണ്. യേശുക്രിസ്തു ഇന്ന് ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നമ്മുടെ മഹാപുരോഹിതനായിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി സദാ ദൈവത്തോട് പക്ഷപാതം ചെയ്യുകയാണ്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി എല്ലായ്പ്പോഴും പക്ഷപാതം ചെയ്യുന്നു. അവൻ നമ്മുടെ മഹാപുരോഹിതനാണ്. അവൻ നമ്മുടെ അഡ്വക്കേറ്റാണ്. അവൻ നമുക്ക് വേണ്ടി സദാ സംസാരിക്കുന്നത് കൊണ്ട്, നമ്മുടെ മധ്യസ്ഥനായിരിക്കുന്നത് കൊണ്ട് നമുക്കേത് സമയത്തും ധൈര്യത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്തു വരാൻ കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അഹരോന്യ പൗരോഹിത്യത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെയും വ്യത്യാസം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു നിത്യനായി ജീവിക്കുന്നത് കൊണ്ട് അവൻ്റെ പൗരോഹിത്യം മാറിപ്പോകുന്നതല്ല. ലേവ്യ പൗരോഹിത്യം, അഹരോന്യ പൗരോഹിത്യം അത് മാറിപ്പോകുന്നതാണ്. മാത്രമല്ല, അവർ പാപികളായതുകൊണ്ട് മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനോ പക്ഷപാതം ചെയ്യുവാനോ അവർക്ക് പൂർണ്ണമായി കഴിഞ്ഞിരുന്നില്ല. വാക്യം 25 പറയുന്നത്, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്കു വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. യേശുക്രിസ്തു മുഖാന്തരം
അവൻ്റെ രക്തത്തിലൂടെയും ശരീരത്തിലൂടെയും പാപമോചനം പ്രാപിച്ച് ദൈവത്തോട് അടുത്തു വരുന്ന ഏതൊരു വ്യക്തിക്കും വേണ്ടി അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ നമ്മുടെ പക്ഷം പിടിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി വാദിക്കുകയാണ്. എന്തിനാണ്? നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ വേണ്ടിയാണ്. എന്താണ് സമ്പൂർണ്ണ രക്ഷയുടെ അർത്ഥം? യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ ദൈവം നമ്മുടെ രക്ഷ പൂർണ്ണമാക്കിയിട്ടുണ്ട്. അവൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിലൂടെ രക്ഷ പൂർണ്ണമാക്കിയിരിക്കുകയാണ്. എന്നാൽ എന്നിൽ ആ രക്ഷ ഇപ്പോൾ പൂർണ്ണമായിട്ടില്ല. ഞാൻ യേശുവിനെ സ്വീകരിച്ച് അവനെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിലും എൻ്റെ രക്ഷ എന്നിൽ പൂർണ്ണമാകുന്നത് യേശുവിൻ്റെ മടങ്ങി വരവെങ്കിൽ എൻ്റെ ശരീരത്തെയും കൂടെ വീണ്ടെടുത്ത് നിത്യ തേജസ്സിനാൽ ഞാൻ നിറയപ്പെടുമ്പോഴാണ്. എന്നെ സമ്പൂർണ്ണമായി രക്ഷിക്കുവാൻ വേണ്ടി യേശുക്രിസ്തു ദൈവസന്നിധിയിൽ സദാ എനിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം തുടങ്ങി പറഞ്ഞിരിക്കുന്നത്, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ ഏറ്റുപറച്ചിൽ മുറുകെ പിടിച്ചുകൊള്ളണം. യേശു നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയാണ്. അവൻ നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനായതുകൊണ്ട് നാം നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ, പ്രത്യാശയുടെ ഏറ്റുപറച്ചിൽ എല്ലായ്പ്പോഴും മുറുകെ പിടിക്കണം. കാരണം നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. അർത്ഥം, നമ്മുടെ എല്ലാ ബലഹീനതകളിലും അവന് സഹതാപമുണ്ട്. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. അർത്ഥം, സകലത്തിലും നമുക്ക് തുല്യമായി അവൻ പരീക്ഷിക്കപ്പെട്ടെങ്കിലും അവൻ പാപം ചെയ്യാതിരുന്നു. ഈ മഹാപുരോഹിതൻ നമുക്ക് ദൈവത്തിൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട്, എല്ലായ്പ്പോഴും പക്ഷവാദം ചെയ്യുന്നതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലണം. യേശുക്രിസ്തു മഹാപുരോഹിതനായി സ്വർഗത്തിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി സദാ പക്ഷവാദം ചെയ്യുന്നതുകൊണ്ട് നാം ധൈര്യത്തോടെ അവൻ്റെ കരുണയ്ക്കായി, കൃപയ്ക്കായി കൃപാസനത്തിൽ ചെല്ലുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു. അവൻ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്തിരിക്കുകയാണ്. അവന് നമ്മോട് കരുണയുണ്ട്. കാരണം അവൻ ഈ ഭൂമിയിൽ നമുക്ക് തുല്യമായ ജഡത്തിൽ ജീവിച്ച് ജഡത്തിൻ്റെ കഷ്ടതയെല്ലാം മനസ്സിലാക്കി പരീക്ഷകളും പ്രലോഭനങ്ങളും തിരിച്ചറിഞ്ഞതുകൊണ്ട് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പക്ഷവാദം ചെയ്യുവാൻ വിശ്വസ്ത മഹാപുരോഹിതനായിരിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. യേശു ക്രിസ്തു സ്വർഗത്തിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഏത് നിമിഷവും ധൈര്യത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുവാൻ പരിശുദ്ധാത്മാവ് കൃപ തന്നിരിക്കുകയാണ്. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഈ ഉപദേശം വളരെ വ്യക്തമാണ്. നിങ്ങൾ ഇനിമേൽ പാപം ചെയ്യാതിരിപ്പാൻ വേണ്ടിയാണ് ഈ ഉപദേശം നിങ്ങളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ
നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. നിങ്ങൾ പാപം ചെയ്യരുത്. എന്നാൽ പാപം ചെയ്തു പോയാൽ ദൈവകൃപാസനം വിട്ട് നിങ്ങൾ പിറകോട്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം സ്വർഗത്തിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന മഹാപുരോഹിതനായി യേശു ഉണ്ട്. രണ്ടാം വാക്യത്തിൽ അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാകുന്നു, പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെയും പാപത്തിന് തന്നെ യേശു ക്രിസ്തു പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നമ്മുടെ അഡ്വക്കേറ്റായിരിക്കുന്നത് കൊണ്ട്, അവൻ നമുക്ക് വേണ്ടി നമ്മുടെ പക്ഷം പിടിച്ച് വാദിക്കുന്നത് കൊണ്ട് നമുക്ക് ഏത് സമയത്തും ധൈര്യത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവാൻ അവകാശമുണ്ട്. ദൈവനീതിയെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങൾക്ക് ഞാൻ ഇപ്പോൾ മറുപടി പറയാൻ വേണ്ടി പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചാൽ അത് പാപം ചെയ്യുവാൻ ഉള്ള ലൈസൻസായി മാറ്റപ്പെടുകയല്ലയോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ മണ്ടൻ ചോദ്യമാണിത്. കാരണം ദൈവനീതിയെക്കുറിച്ചുള്ള അറിവ് മാത്രമുള്ളവർ, അതായത് പരിശുദ്ധാത്മാവിനാൽ ഈ വിഷയങ്ങൾ ഹൃദയത്തിൽ പ്രകാശിച്ച് വെളിപ്പാടായി ജീവനും ആത്മാവുമായി തീർന്നില്ലെങ്കിൽ അവർ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കും. ഈ പഠിപ്പിക്കലുകൾ പാപം ചെയ്യുവാൻ ഒരിക്കലും ലൈസൻസ് ആകത്തില്ല. ദൈവം നീതിയുടെ ബോധം പ്രാപിച്ചവന് മാത്രമേ പാപത്തെ ജയിക്കാൻ കഴിയത്തുള്ളൂ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പാപത്തെ ജയിക്കുവാൻ കുറ്റബോധത്തിൻ്റെയോ പാപബോധത്തിൻ്റെയോ പ്രസംഗമല്ല വേണ്ടത്, പിന്നെയോ നീതിബോധത്തിൻ്റെ പഠിപ്പിക്കലാണ് ആവശ്യം. മാത്രമല്ല, നാം വീണ്ടും ജനിച്ചവരാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിരന്തരം പാപങ്ങൾ വെളിപ്പെടുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പാപങ്ങൾ വെളിപ്പെടുമ്പോൾ ആ പാപങ്ങൾ നമ്മുടെ മനസ്സാക്ഷിയെ ബാധിച്ച് മലിനപ്പെടുത്തി കുറ്റബോധത്തിലാക്കി പിശാചിൻ്റെ തന്ത്രങ്ങളിൽ അകപ്പെട്ട് ഇനിയും അധികം പാപം ചെയ്യാതിരിക്കുവാൻ നമുക്ക് നീതിബോധം ആവശ്യമാണ്, അല്ല നീതിയുടെ കവചം തന്നെ ആവശ്യമാണ്. രണ്ടാമത്തെ ചോദ്യം എബ്രായലേഖനം 10-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യമാണ്. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്കു വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. എന്താണ് ഈ മനഃപൂർവമായ പാപം? ഒരു വ്യക്തി മനഃപൂർവം പാപം ചെയ്താൽ ഇനി അവന് ന്യായവിധി മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ നീതിയുടെ ഉപദേശം തെറ്റായി പോകത്തില്ലേ? എന്താണ് ഈ മനഃപൂർവ്വ പാപമെന്ന് നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ 29-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച ഉടമ്പടി രക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടുമെന്നും കർത്താവ് തൻ്റെ ജനത്തെ ന്യായം വിധിക്കും എന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. എന്താണ് ബോധപൂർവമായ പാപമെന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, ദൈവപുത്രനെ ചവിട്ടിക്കളയുക. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചു, യേശുവിനെ അറിഞ്ഞു, നിത്യരക്ഷ അറിഞ്ഞു, നിത്യനീതി അറിഞ്ഞു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, നിത്യരാജ്യത്തിൻ്റെയും നിത്യ തേജസ്സിൻ്റെയും പൂർണ്ണമായ വെളിപ്പാട് പ്രാപിച്ചിട്ട് ഒരുവൻ മനഃപൂർവം ദൈവപുത്രനെ ചവിട്ടിക്കളയുകയാണ്. എനിക്ക് ഈ യേശുവിനെ വേണ്ട,
എനിക്ക് ഈ രക്ഷ വേണ്ട, ഈ നീതി വേണ്ട, എനിക്ക് ദൈവരാജ്യം വേണ്ട, ദൈവ തേജസ് വേണ്ട എന്നും പറഞ്ഞിട്ട് അവൻ മനഃപൂർവ്വം യേശുവിനെ ചവിട്ടിക്കളയുകയും, 2, തന്നെ വിശുദ്ധീകരിച്ച ഉടമ്പടി രക്തത്തെ മലിനമെന്ന് ചിന്തിക്കുന്നു. അതായത് യേശുവിൻ്റെ രക്തത്തെ കേവലം മൃഗങ്ങളുടെ രക്തത്തെക്കാട്ടിലും ഹീനമായി എണ്ണിയാൽ നമ്മെ വിശുദ്ധീകരിക്കുന്നത് ആ ഉടമ്പടി രക്തമായ യേശുവിൻ്റെ രക്തമാണ്. ആ രക്തത്തെ എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് അതിനെ നിന്ദിച്ചു കളഞ്ഞാൽ, തിരസ്കരിച്ചാൽ, അതിനെ മലിനമെന്ന് എണ്ണിയാൽ. 3, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ. എന്താണ് കൃപയുടെ ആത്മാവിൻ്റെ അർത്ഥം? പിതാവാം ദൈവം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ നിവർത്തിച്ച എല്ലാ ശ്രേഷ്ഠമേറിയ കാര്യങ്ങളും നമ്മിലേക്ക് പങ്കുവച്ച് അതിൽ നമ്മെ വളർത്തിയെടുത്ത് യേശുവിൻ്റെ വരവെങ്കൽ നമ്മുടെ ശരീരത്തെയും കൂടെ വീണ്ടെടുത്ത് നിത്യ തേജസ്സെങ്കിലേക്ക് നമ്മെ എത്തിക്കുന്നത് ഈ കൃപയുടെ ആത്മാവാണ്. അവൻ നമ്മുടെ അകത്ത് വസിക്കുക. ആ കൃപയുടെ ആത്മാവിനെ തുച്ഛീകരിക്കുകയാണ്. എനിക്ക് ഈ ആത്മാവിനെ വേണ്ട എന്നും പറഞ്ഞ് അവനെ നിന്ദിക്കുകയാണ്. അതായത് ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും നമ്മെ വിശുദ്ധീകരിച്ച ഉടമ്പടി രക്തത്തെ അശുദ്ധമെന്ന് എണ്ണുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നതാണ് മനഃപൂർവമായ പാപം. ഈ പാപം ചെയ്താൽ പിന്നെ അവന് നിത്യരക്ഷയില്ല. കാരണം അവൻ ബോധപൂർവം യേശുവിനെ തള്ളിക്കളഞ്ഞ്, പിതാവിനെ തള്ളിക്കളഞ്ഞ്, രക്തത്തെ തള്ളിക്കളഞ്ഞ്, ആത്മാവിനെ തള്ളിക്കളഞ്ഞ് ദൈവകൃപയിൽ നിന്ന് നരകത്തിൽ പോകുവാൻ തീരുമാനമെടുക്കുകയാണ്. നിങ്ങളോ ഞാനോ യേശുവിനെ അറിഞ്ഞ ഒരൊറ്റ വ്യക്തിയോ ഈ പാപം ചെയ്യത്തില്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന സ്വാഭാവികമായ പാപങ്ങളെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായ പാപങ്ങൾ നമ്മിലൊക്കെ വരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് സ്വാഭാവികമായ പാപമല്ല, യേശുവിനെ തള്ളിക്കളയുന്ന പാപമാണ്. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ നിത്യമായി നീതീകരിച്ചിരിക്കുകയാണ്. അവൻ്റെ നിത്യനീതിയാണ് നിങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്നത്. ആ നിത്യനീതിയാൽ ദൈവം നിങ്ങളെ നിത്യമായി വീണ്ടെടുത്തിരിക്കുകയാണ്. ഇതാണ് ദൈവ കൃപയുടെ സുവിശേഷം. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി യുഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തി ഉറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സാ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ്. വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾക്ക് അടിമയായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചു ചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജനത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് 25ഓളം വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയസ് കിഡ്സ് കാസിൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണർമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ.
ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരുവാൻ അവസരമുണ്ട്. അനാഥരും വൈകല്യങ്ങൾക്ക് അടിമകളുമായ ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ കഴിയും. ബോർവെൽ നിർമ്മാണ യൂണിറ്റിലും മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലും നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷകന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തിയോ ആണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ NGO നൽകുന്നതായിരിക്കും. വാക്കുകൾക്ക് അതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനുമായി നമുക്ക് ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കുചേരാം. പുതു ജെറുസലേം നഗരമതിൻ ഭവനമാ, നിൻ തേജസ്സിൻ പൂർണ്ണതയിൻ അവകാശമാ. പുതു ജെറുസലേം നഗരമതിൻ ഭവനമാ, നിൻ